ദൈവമായ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സന്ധ്യാവേള നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഇങ്ങനെ അവസരത്തെ നൽകിയതിനായിട്ട് വാഴ്വുകൾ അർപ്പിക്കുന്നു. കൂടി വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. നാൾതോറും നമ്മുടെ കർത്താവിന്റെ വരവനെ നോക്കി പാർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം കഴിപ്പാൻ ദൈവം അധികമായിട്ട് പിന്നെയും ഭാഗ്യം തരുമാറാകട്ടെ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. നമ്മുടെ സമശിഷ്ടങ്ങൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അവർക്ക് പല വിധത്തിലുള്ള കഷ്ടതകൾ, പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് നാം കാണുന്നല്ലോ. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു എന്നുള്ള സത്യം നാം മറന്നു കളയാതെ ഈ കഷ്ടതകളുടെ നടുവിലും കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് കർത്താവിനോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരുമിച്ച് നമ്മൾ ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാം. നാം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ യെരുശലേമിൽ അഥവാ നിത്യതയിലെത്തുന്ന വിശുദ്ധന്മാർക്ക് എന്താണ് ചെയ്യുവാനുള്ളത്? ചില കാർട്ടൂണുകളിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ മേഘത്തിലൊക്കെ ഒഴുകി നടക്കുന്ന ഒരു പരിപാടി ആയിരിക്കും. സ്തോത്രം. ചിലരൊക്കെ ചോദിക്കാറുള്ളത്, നമുക്ക് പുനരുത്ഥാന ശരീരങ്ങളാണല്ലോ, റിസറക്റ്റഡ് ബോഡി, ഗ്ലോറിഫൈഡ് ബോഡീസ്. അപ്പം ആ ബോഡി കൊണ്ട് നമുക്ക് വേറെ വാഹനങ്ങളൊന്നും വേണ്ട, എവിടെയും പ്രകാശവേഗത്തെക്കാൾ കൂടുതൽ വേഗതയിൽ യാത്ര ചെയ്യാം. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് നിമിഷ നേരം കൊണ്ട് എത്താനായിട്ട് പറ്റും. അപ്പോഴും ചിലരൊക്കെ ചോദിക്കുന്നത്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് അമേരിക്കയിലൊക്കെ പോകാൻ വേണ്ടി ഒട്ടും സമയം വേണ്ട അല്ലെന്നാ. എവിടത്തെ കാര്യ? പുതിയ ആകാശഭൂമികളിലെ പുതിയ യെരുശലേമിൽ വസിക്കുമ്പോഴത്തെ കാര്യമാണ്. അപ്പോഴും മനസ്സിൽ കിടക്കുന്നത് അമേരിക്ക എന്ന സ്വപ്നഭൂമിയാണ്. അപ്പം പലരും കരുതുന്നത് അന്ന് നമുക്കിങ്ങനെ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാം, പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ഇങ്ങനെ നമുക്ക് എവിടെ വേണേലും പോകാം. അങ്ങനെ കാർട്ടൂണുകളിലൊക്കെ ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും മേഘത്തിലൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഈവൻ സ്വർഗത്തിൽ പോയിട്ടുണ്ടെന്ന്, ദർശനം കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന ചിലരുടെ പുസ്തകങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ പളുങ്ക് നദി, അതിൻ്റെ കരയിലെ ജീവവൃക്ഷങ്ങൾ, അതിൽ ഓരോ മാസവും കായ്ക്കുന്ന 12 തരം പഴങ്ങൾ, ഇതുമൊക്കെ പറിച്ച് തിന്ന് ജീവനദിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ജീവവൃക്ഷത്തിന്റെ കൊമ്പിൽ കയറി ഈ ജീവവൃക്ഷത്തിന്റെ ഫലമൊക്കെ പറിച്ചുകൊണ്ട് അതിലേക്ക് ഡൈവ് ചെയ്യുക, അതിൽ നീന്തി കളിക്കുക, പിന്നെയും മരത്തെ കയറുക, ചാടുക. ഈ മഴക്കാലത്ത് തോട്ടിലൊക്കെ ആൾക്കാരെ പിള്ളേർ ചാടുന്ന ആ ഒരു മാനസികാവസ്ഥയിലാണ് പലരും സ്വർഗത്തെ കാണുന്നത്. ഇതൊന്നും സ്വർഗത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങളല്ല. ഇവർ ഈ കണ്ടിട്ടുള്ളതോ സ്വപ്നം കണ്ടെന്നോ ദർശനം കണ്ടെന്നോ ഒക്കെ പറയുന്നതും കാർട്ടൂണിസ്റ്റുകൾ
ഭാവനയിൽ വരച്ചു വെക്കുന്നതോ അല്ലെങ്കിൽ TV-യിലോ CD-യിലോ ഒക്കെ കാണിക്കുന്നതും ഇതൊന്നും സ്വർഗത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങളല്ല, യഥാർത്ഥ സ്വർഗവുമല്ല, ബൈബിൾ പറയുന്ന സ്വർഗമല്ല. നിത്യത മുഴുവനും കളിച്ച് നടക്കാനാ? നിത്യത മുഴുവനും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കാനാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തോ പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ്. ദൈവം മനുഷ്യന് വേണ്ടി സ്വപ്നം കാണുന്ന ആ വലിയ സ്വപ്നവുമുണ്ട്. സ്തോത്രം. അപ്പോൾ തീർച്ചയായും നിത്യതയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുന്ന നമുക്ക് എന്തോ വിശേഷപ്പെട്ടത് അവിടെ ചെയ്യുവാനായിട്ടുണ്ട്. എന്തൊക്കെയോ we will be totally engaged. We will have no time to waste. There will be no entertainments as such. Of course, we will be at rest. That doesn't mean we have nothing to do. കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്ന നമ്മൾ വിശ്രമത്തിലായിരിക്കും. എബ്രായ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്, സ്വസ്ഥതയിൽ, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ. അപ്പൊ നമുക്ക് ഒരു വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വാഗ്ദത്തമായിരുന്നു, അത് അവർക്ക് പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ല. അവർ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല എന്നാണ് നാം കാണുന്നത്. അത് ഭൗതിക കനാൻ നാടിനെ ഉദ്ദേശിച്ചല്ല. അവിടെ അവർ കയറി. പക്ഷെ അവിടെ പറയുന്ന സ്വസ്ഥത ഒരു ശബത്തനുഭവം ഭൂമിയിലെ കനാൻ നാടിനെ കുറിച്ചല്ല. ഒരു ദൈവദാസൻ ഒരിക്കൽ പറയുന്നത് കേട്ടു, ഭൂമിയിലെ കനാൻ നാട് സ്വർഗത്തിന്റെ പ്രതീകമല്ലെന്ന്. ഭൂമിയിലെ വാഗ്ദത്ത ദേശം, പലസ്തീൻ, കനാൻ നാട്, പാലും തേനും ഒഴുകുന്ന മനോഹര ദേശം, അത് നമ്മൾ പ്രാപിപ്പാനിരിക്കുന്ന നിത്യതയുടെ പ്രതിരൂപമോ പ്രതീകമോ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് യോജിപ്പോ വിയോജിപ്പോ എന്നറിയില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം കൂടെയുണ്ട്. നമുക്ക് ലഭിപ്പാൻ പോകുന്ന വിശ്രമനാടിന്റെ പ്രതിരൂപമോ പ്രതീകമോ ആയിരുന്നു ഭൂമിയിലെ കനാൻ നാട്. എന്നാൽ ഭൂമിയിലെ ആ വാഗ്ദത്ത ദേശത്ത് ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തതുപോലെ യുദ്ധം ചെയ്യേണ്ടി വരില്ലായിരുന്നു. അതായത് ഭൂമിയിലെ കനാനിൽ ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്ത് അവകാശം നേടിയതുപോലെ നമ്മൾ നേടാൻ പോകുന്ന, നമ്മൾ പ്രാപിപ്പാൻ പോകുന്ന സ്വർഗരാജ്യത്തിൽ, നിത്യരാജ്യത്തിൽ, പുതിയ യെരൂശലേമിൽ അവിടുത്തെ മൂലവാസികളെ യുദ്ധം ചെയ്ത് തുരത്തേണ്ടതുണ്ടോ? ഇല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഭൂമിയിലെ വിശ്വാസ ജീവിതമാണ് കനാൻ നാടിനോട് ഉപമിക്കപ്പെടേണ്ടത്. കാരണം അവർ ഇസ്രായേൽ കനാൻ നാട്ടിൽ എത്തിയതു മുതൽക്ക് അവർക്ക് യുദ്ധമായിരുന്നു. കനാൻ നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് അവര് വലിയ ജാതികളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാണ് അവരുടെ നാട് കൈവശപ്പെടുത്തിയത്. ഇതുപോലെ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്കും വാഗ്ദത്ത നാടിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ജീവിതം മുഴുവനും
യുദ്ധസമ്പൂർണമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ ഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച കനാൻ നാട് പോലെ അല്ല നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യത. അവിടെ നമുക്ക് സ്വസ്ഥതയാണെന്ന് നാം കാണുന്നുണ്ട്. നമുക്കവിടെ സ്വസ്ഥതയാണ്. ആ സ്വസ്ഥതയാണ് എന്നതിന്റെ അർത്ഥം എന്തല്ല, ഒരു പണിയുമില്ല എന്നല്ല. നമുക്കവിടെ ഉത്തരവാദിത്വങ്ങൾ ഒന്നുമില്ല, അല്ലെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം. സ്തോത്രം. തീർച്ചയായും സ്വർഗം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യത വളരെ സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ ഒരിടമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 16:25, 16:25 ലൂക്ക്. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നാം ചെന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ആശ്വാസമുണ്ട്. We have comfort. The heaven or eternity will be a place of comfort. That also a place of eternal comfort. നിത്യ ആശ്വാസത്തിന്റെ സ്ഥലമാണത്. ശരിയാ, നിത്യമായ ആശ്വാസം നമുക്കവിടെ ഉണ്ടാകും. സ്തോത്രം. നമ്മൾ 21-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ കണ്ണീരും മുറവിളിയും ദുഃഖവും രോഗവും മരണവും അങ്ങനെ ഒന്നുമേ ഇല്ല. സ്തോത്രം. അതുപോലെ തന്നെ വെളിപ്പാട് 14:13, Revelation 14:13. Then I heard a voice from heaven say, "Write, blessed are the dead who die in the Lord from now on. Yes, says the Spirit, they will rest from their labor, for their deeds will follow them." They will rest from their labor. That means no labor as such in the heavens. നിത്യതയിൽ, അതായത് ഒരു ഭക്തൻ മരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവന്റെ പ്രയത്നങ്ങളിൽ നിന്ന് അവൻ വിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ആശ്വാസവുമുണ്ട്, വിശ്രമവും അല്ലെങ്കിൽ സ്വസ്ഥതയുമുണ്ട് എന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. സ്വസ്ഥതയുമുണ്ട്. അപ്പം സ്വർഗം, നിത്യത അങ്ങനെയുള്ള ഒരു മനോഹരമായ ഇടമാണ്. അതുപോലെ അതിനെ നമ്മൾ വിളിക്കുന്നത് നമ്മളെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ വേദപുസ്തകം വിളിക്കുന്നത് പാരഡൈസ് എന്നാണ്. പാരഡൈസ്, പറുദീസ. ഹിന്ദിയിൽ അങ്ങനെ ഒരു പദമില്ല, പറുദീസ. സ്തോത്രം. യേശു കർത്താവ് മാനസാന്തരപ്പെട്ട ക്രൂശിലെ കള്ളനോട് പറഞ്ഞതും അത് തന്നെയാണല്ലോ. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. You will be in the paradise with me. Paradise. പാരാഡൈസോ എന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉള്ളത്. പാരാഡൈസോ, PARADEISO, പാരാഡൈസോ. പാരഡൈസോ എന്ന് പറഞ്ഞാൽ ഗാർഡൻ, തോട്ടം, പൂന്തോട്ടം എന്നൊക്കെയാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ വളരെ ആനന്ദകരമായ അനുഭവമാണ് അവിടെ ഉള്ളത്. ഒക്കെ ശരിയാണ്. അപ്പോൾ ആശ്വാസം, വിശ്രമം അഥവാ സ്വസ്ഥത, പിന്നെ അത് ഒരു പൂന്തോട്ടത്തിന്റെ മനോഹാരിത ഉള്ള സ്ഥലമാണ്. പൂന്തോട്ടത്തിന്റെ മനോഹാരിത അവിടെ നിലനിൽക്കുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലം. സോ ഹെവൻ വിൽ ബി എ പ്ലേസ് ഓഫ് ഇറ്റേണൽ കംഫർട്ട്, ഇറ്റേണൽ റെസ്റ്റ്.
and also a place of enjoyment, just like a garden, a beautiful garden. സ്തോത്രം. ബ്യൂട്ടിഫുൾ ഗാർഡൻ. അപ്പം നാം കാണുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ചിലര് കാർട്ടൂണിലൊക്കെ ചെയ്യുന്നത് പോലെ ക്ലൗഡ്സിൽ, മേഘങ്ങളിൽ ഇങ്ങനെ തത്തിത്തത്തി നടക്കുന്ന അനുഭവങ്ങളല്ല. ഒരു പൂന്തോട്ടത്തിന്റെ അനുഭവത്തിൽ മനോഹാരിതയുടെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിമിർപ്പിന്റെ ഒക്കെ അനുഭവത്തിലായിരിക്കുന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യം വരുന്നത്, അങ്ങനെയുള്ള ഈ സ്ഥലത്ത് നമ്മൾ പോയി ഒരു പരിപാടിയില്ലാതെ ഇങ്ങനെ നിൽക്കുമെന്നാണോ? അല്ല എന്ന് നാം കാണുന്നു. We will fully be engaged in heaven. There will be no moment even to waste. നമുക്കവിടെ ഒരു നിമിഷം പോലും കളയാനായിട്ടില്ല. കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്ന വിശുദ്ധന്മാർ പൂർണ്ണ സന്തോഷത്തോടെ അവിടെ പല ഉത്തരവാദിത്വങ്ങളിലും പല കാര്യാദികളിലും ഏർപ്പെട്ടിരിക്കും. അതിൽ ഒന്നാമത്തേതാണ് നാം ഇന്നലെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്താണ്? ഓർമ്മയുണ്ടല്ലോ? A place of perpetual learning. ലേണിംഗ്. സ്തോത്രം. തുടർമാനമായി നാം അവിടെ ലേൺ ചെയ്തുകൊണ്ടിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. നാം അവിടെ പഠിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ നമുക്കവിടെ കൂടുതൽ പെർഫെക്ഷനിലേക്ക് എത്തേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ പെർഫെക്ഷൻ ഓഫ് ദ നോളജ് ഓഫ് ഗാഡ്. സ്തോത്രം. കൊലോസ്യ ലേഖനം 2:3, 2:3. In whom are hidden all the treasures of wisdom and knowledge. യേശു ക്രിസ്തുവിൽ സകല ജ്ഞാനവും എങ്ങനെ ഇരിക്കുന്നു? Hidden. ഗുപ്തമായിരിക്കുന്നു. ഹിഡൻ. In Christ all, The or treasures. Jesus Christ, yeah. In Christ are hidden all the treasures of wisdom and knowledge. യേശു ക്രിസ്തുവിൽ സകല ജ്ഞാനവും ഗുപ്തമായിട്ടിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവീക പരിജ്ഞാനത്തിന്റെ നിധിയാണ്. Jesus Christ is the hidden treasure of the knowledge of God, the wisdom of God. The wisdom and knowledge of God. And another thing, God is infinite. ദൈവം അനന്തനാണ്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അനന്തമാണ്. ഐശയ 57:15, 57:15 യെശയ്യാ പ്രവചനം 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമം ഉള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. God is infinite, the high and lofty one who inhabits eternity. സ്തോത്രം. അവൻ ഉന്നതനായിരിക്കുന്നു.
താഴ്മയുള്ളവരോട് കൂടെ വസിക്കുന്നു, നിത്യത മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അനന്തനായൊരു ദൈവം. അപ്പം സകല ജ്ഞാനത്തിൻ്റെയും ഗുപ്തനിധിയായ നമ്മുടെ കർത്താവിനെ, അനന്തനായ ഇൻഫിനിറ്റായ നമ്മുടെ ദൈവത്തെ, നിത്യത മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന who fills the eternity, നിത്യത മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ദൈവത്തെ എത്ര കാലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഗ്രഹിച്ചറിയാനായിട്ട് പറ്റും? സ്തോത്രം. Even in eternity, God will be, or his being will be far more than our comprehension in its fullness. സ്തോത്രം. നിത്യതയിലും നാം ദൈവവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇൻഫീരിയർ ആയിരിക്കും, താണവരായിരിക്കും. ദൈവം അത്യുന്നതനായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പഠിക്കുകയായിരുന്നു, സ്തോത്രം, ദൈവത്തെ മനസ്സിലാക്കുന്നതിന്, ഗ്രഹിക്കുന്നതിന് നമുക്ക് നിത്യതയും പോരാ എന്ന്. നമുക്ക് നിത്യതയും പോരാ. സ്തോത്രം. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. പുതുതായിട്ട് ചില വാക്യങ്ങൾ കൂടെ ഇന്ന് പറഞ്ഞു. എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നുമില്ലെന്ന് കരുതട്ടെ. അടുത്തത്, ഇപ്പോൾ ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ചും മറ്റും നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലം. അത് നിരന്തരമായി നമ്മൾ അവിടെ ദൈവത്തെ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. എത്ര ഗ്രഹിച്ചാലും തീരത്തില്ല, മതി വരത്തില്ല. തീരത്തില്ലെന്ന് മാത്രമല്ല, നമുക്ക് മതി എന്ന് തോന്നില്ല. അതുകൊണ്ട് നിത്യത മുഴുവനും നാം നമ്മുടെ ദൈവത്തെ കുറിച്ച് ധ്യാനിച്ച് പഠിച്ച് അതിൽ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കും. രണ്ട്, ഇന്നലെ നിങ്ങൾ ചിലർ പറഞ്ഞതുപോലെ, heaven will be a place where we will continuously understand the inexplorable love of God, incomparable love of God. സ്വർഗം അഥവാ നിത്യത എന്ന് പറയുന്നത്, നമ്മൾ അവിടെ ചെല്ലുന്നത് എന്താണ്? അഗാധമായ, അളക്കുവാൻ കഴിയാത്ത, ആരാഞ്ഞറിയാൻ കഴിയാത്ത ദൈവ സ്നേഹത്തെ അതിൻ്റെ ആഴങ്ങളിൽ മനസ്സിലാക്കുകയായിരിക്കും അവിടെ, പഠിക്കുകയായിരിക്കും അവിടെ. ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒന്നാമത്തേത്. രണ്ടാമത്, നാം അവിടെ ചെന്നാൽ നിത്യത മുഴുവനും നാം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കാൻ. ആ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? സ്തോത്രം. നിത്യമായ സ്നേഹം, ഇറ്റേണൽ ലവ്. ആ സ്നേഹം അനന്തമായ സ്നേഹമാണ്, അനന്തിങ് ലവ്, ഇൻകോംപ്രിഹെൻസിബിൾ, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായിട്ടുള്ള സ്നേഹം, അൺസേർച്ചബിൾ, മനുഷ്യന് ആരാഞ്ഞറിയാൻ കഴിയുന്നതിനേക്കാൾ ആഴമായിട്ടുള്ളത്.
സ്തോത്രം. അൺകമ്പയറബിൾ, നമുക്ക് തുല്യം ചൊല്ലാൻ ഒക്കാത്തത്. സ്തോത്രം. ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. സത്യത്തിൽ ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്കൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. അത്രയുമൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടെ സ്വർഗത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാര്യം ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ്. സ്തോത്രം. സ്നേഹം തന്നെ. അത് കാൽവറിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. ആ കാൽവറിയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്ന, അതിനൊരു പരിധി വരെ മനസ്സിലാക്കാൻ കഴിയുന്നതുമായ സ്ഥലമായിരിക്കും പുതിയ യെരൂശലേം, നിത്യത എന്നൊക്കെ പറയുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹം എന്നുള്ളതായിരിക്കും. ലവ്, rather the love of God will be the major factor in the eternity. സ്തോത്രം. That will be all in all. സ്നേഹമായിരിക്കും നിത്യതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സ്തോത്രം. നമ്മൾ പലരും പറയാറൊക്കെ ഉണ്ട്, സ്വർഗത്തിൽ നമ്മൾ ചെന്നാൽ കർത്താവിനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനായിട്ട് മനസ്സിൽ കരുതിയിട്ടുണ്ടോ? ചോദ്യമല്ലോ. അങ്ങനെ വല്ലതും ഭാവനയിൽ കണ്ടിട്ടുണ്ടോ? ഇന്ന ആളിനെ കണ്ടുമുട്ടിയാൽ ഇന്നത് ചോദിക്കണമെന്ന് മനസ്സിൽ കരുതാറുണ്ടല്ലോ. അതുപോലെ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടിയാൽ, ഇനി ഇവിടെങ്ങും വെച്ച് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങ് പുതിയ യെരൂശലേമിൽ നിത്യതയിൽ അങ്ങ് ചെന്ന് കണ്ടുമുട്ടിയാൽ കർത്താവിനോട് ചോദിക്കാൻ എന്തെങ്കിലും ചോദ്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സ്തോത്രം. ഭക്തന്മാർക്ക് ചോദ്യം ഉണ്ടായിരിക്കും ചോദിക്കാനായിട്ട്. എന്തായിരിക്കും അങ്ങനെ ഉള്ള ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം? അല്ലെങ്കിൽ ഒരു ചോദ്യമേ ചോദിക്കാൻ അവസരമുള്ളെങ്കിൽ, അല്ല, നമുക്ക് എന്തും ചോദിക്കാൻ അവസരമുണ്ട്, എന്നാൽ മനസ്സിലാക്കുക, സപ്പോസ് ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരമേ ഉള്ളെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചോദിക്കാൻ? ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. എന്നാലും ഞാൻ ചോദിക്കുന്നത് താമസിച്ചെന്നാ ചോദിക്കത്തുള്ളൂ. എന്തോ? ഞാൻ ചോദിക്കുന്നത് എന്താ എത്രയും താമസിച്ചെന്ന് വരാനായിട്ട് എന്താ താമസിച്ചെന്ന്. ഓക്കെ. എന്നെ ഇത്രത്തോളം സ്നേഹിപ്പാനുള്ള കാരണം, എന്നെ ഇത്രത്തോളം സ്നേഹിപ്പാനുള്ള കാരണം വേറെ എന്തെങ്കിലും ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പെട്ടെന്ന്. ഇനിയിപ്പോ ചിന്തിച്ചെന്നും പറയണ്ട. Why didn't you give up on ചിന്തിച്ചു me? വെച്ചിട്ടുണ്ടെങ്കിൽ, റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ Why didn't you give up on me? ഓക്കെ. സ്തോത്രം. വേറെ ആർക്കൊന്നും ഇല്ലേ? ഒന്നും ചോദിക്കത്തില്ല, ആ മുഖത്ത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കും. ഗുഡ്. ഒന്നും ചോദിക്കാൻ തോന്നത്തില്ലല്ലേ? സ്തോത്രം. പാട്ടുകാരൻ പറയുന്നത് പോലെ, when I look into your holiness, when I gaze upon your loveliness. രണ്ടുമാകാം.
കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിയും തിരുമാർവിൽ ചാരിയും കൊണ്ട് ഒരക്ഷരവും മിണ്ടാതെ ചിലപ്പോൾ ചിലർ ഏങ്ങലടിച്ചും കരഞ്ഞും ഇരിക്കും. കരഞ്ഞും എന്ന് പറയുമ്പോൾ കണ്ണുനീരെല്ലാം തുടച്ചു കളയും എന്നൊരു ഭാഗം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ആ കരച്ചില് ലോകത്തിലെ കഷ്ടതകൾ കൊണ്ടുള്ള കരച്ചിലിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിലെ പീഡകളും കഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ കൊണ്ടുള്ള കരച്ചിലാണ് അവിടെ ഇല്ലാതിരിക്കുന്നത്. സ്തോത്രം. ആനന്ദാശ്രുക്കൾ, നന്ദിയുടെ കണ്ണുനീര് മിക്കവാറും അവിടെ പൊഴിക്കാതിരിക്കില്ല. സ്തോത്രം. ഒന്ന് ഭാവന കാണുന്നത് നല്ലതാ. നമ്മൾ പലരും പറഞ്ഞതുപോലെ ചെന്നാൽ ചോദിക്കാനായിട്ട് എന്തുണ്ട്? അല്ല, ഞാൻ ചെന്നാൽ വല്ലതും ചോദിക്കാൻ എനിക്ക് പറ്റുമോ? അതോ എനിക്ക് ആ തിരുമുഖത്തേക്ക് നോക്കി ദാവീദ് പറഞ്ഞതുപോലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി അവങ്കലുള്ള ഭക്തിയോടെ അവനെ ആരാധിക്കുവാൻ അതായിരിക്കുമോ? വിലയിരുത്തുക. സ്തോത്രം. Praise God. അപ്പോൾ ഈ പറയപ്പെട്ട ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കും. എന്താ കർത്താവേ, എന്നെ മാത്രം ഇങ്ങനെ? വൈ നീ? എന്നെ എന്തിന് തിരഞ്ഞെടുത്തു? എന്നിൽ എന്തങ്ങ് കണ്ടു? ഇത്രയും സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ? എന്തിന് എന്നിൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ്, ഇത്രയും നിക്ഷേപം നടത്തി? എന്തുകൊണ്ട് അങ്ങനെ തള്ളിക്കളഞ്ഞില്ല? സ്തോത്രം. എന്തേ കാന്ത വരുവാൻ താമസിച്ചത്? സ്തോത്രം. ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം. ഒക്കെ ഒന്ന് ഭാവന കണ്ടോണം, കരുതി വെച്ചോണം. അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്, കർത്താവെ ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാനായിട്ട് എന്നിൽ അങ്ങ് എന്ത് കണ്ടു? ആ കാൽവറിയുടെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, അത് നമ്മൾ ധ്യാനിച്ച് പഠിച്ച നിത്യത പോലും പോരാ അത് നമുക്ക് മനസ്സിലാക്കുക. മുമ്പും കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആവർത്തിക്കുന്നു. അനാദി മുതലേ അവൻ നമ്മെ സ്നേഹിച്ചു. Even from the past eternity, he loved us. Even before we were born. നമ്മുടെ ജനനത്തിനും മുമ്പേ. Even unto the cross he loved us. ക്രൂശ് വരെയും നമ്മെ സ്നേഹിച്ചു. Even now he loves us. He continues to love us. ഇപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. ഇപ്പോഴും അവൻ നമ്മെ സ്നേഹിക്കുന്നു. 4, all through the eternity he will continually love me. നിത്യത മുഴുവനും അവൻ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ദൈവം നമ്മെ സ്നേഹിക്കാത്ത ഒരു കാലവും ഇല്ലായിരുന്നു. കഴിഞ്ഞ കാല നിത്യത, അനാദിയിൽ അവൻ നമ്മെ സ്നേഹിച്ചു. സമയത്തിന്റെ പൂർണ്ണതയിൽ ആ സ്നേഹം ക്രൂശിൽ വെളിപ്പെടുത്തി. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അരുതായ്മകൾക്ക് അതീതമായും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. നിത്യത മുഴുവനും അവൻ നമ്മെ
സ്നേഹിക്കും. ആ സ്നേഹത്താൽ സ്വാധീനിക്കപ്പെട്ടവരായി ആ സ്നേഹത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് നിത്യതയും പോരാതെ വരും. നിത്യതയും നമുക്ക് പോരാതെ വരും. Even the eternity, the future eternity will not be enough for us to comprehend the love of God with which God loved us. The reason why He loved us, the purpose He loved us, the way He loved us, the very love He loved us with. നമ്മെ സ്നേഹിച്ചതിന്റെ കാരണം, ഉദ്ദേശം, സ്നേഹിച്ച രീതി, നമ്മെ സ്നേഹിച്ച സ്നേഹം തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ നിത്യതയും പോരാതെ വരും എന്നുള്ളതാണ് സത്യം. സ്തോത്രം. നിത്യതയും പോരാതെ വരും. ഇപ്പോൾ നമുക്കവിടെ ഈ ദൈവസ്നേഹത്തെ ഗ്രഹിച്ചറിയുന്നതിൽ നിന്ന് ഒരു നിമിഷം പോലും വിശ്രമം ഉണ്ടാവില്ല. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് ആ ഭക്തനാണോ ഭക്തയാണോ ആരാ എഴുതിയതെന്ന് എനിക്കറിയില്ല, നിത്യമാം സ്നേഹത്തിനാഴം ഉയരവും എന്ന പാട്ടിൽ അവസാനത്തെ സ്റ്റാൻസ നമ്മൾ പാടുന്നത് അറിയാമല്ലോ. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എന്റെ നിത്യാവകാശമല്ല. എന്നിട്ട് ഈ ഭൂവിൽ മാത്രം നിത്യ ആമേൻ. സ്തോത്രം. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എന്റെ നിത്യാവകാശമല്ലോ. ഈ ഭൂവിൽ മാത്രമോ? അല്ലല്ലല്ല, നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ. അപ്പോൾ ദൈവത്തിന് നമ്മോടുള്ള, നമുക്ക് ദൈവത്തോടുമുള്ള സ്നേഹം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നില്ല. അത് നിത്യത മുഴുവനും തുടരുകയാണ്. സ്തോത്രം. നിത്യത മുഴുവനും തുടരുകയാണ്. ആ സ്നേഹബന്ധമാണ് നമുക്കുള്ളത്. ആ ഒരു സ്നേഹബന്ധം. സ്തോത്രം. അപ്പോൾ നിത്യതയിൽ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് ആഴിയുടെ ആഴങ്ങളെക്കാൾ അഗാധമായ സ്നേഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനമായും. ഒന്ന്, അക്നോളജിങ് the deepest of the love of God for us. നമുക്കായിട്ടുള്ള സ്നേഹത്തിന്റെ ആഴങ്ങളെ ഗ്രഹിച്ചറിയുക. സ്തോത്രം. Acknowledging, grasping, meditating, contemplating, trying to comprehend the deepest of the love of God. പാപികളും ദോഷികളുമായിരുന്ന, വെറും മൺകീടങ്ങൾ മാത്രമായിരുന്ന നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളെ ഒന്ന് ഗ്രഹിച്ച് അറിയുന്നതിനുള്ള ശ്രമം നടത്തുക. സ്തോത്രം. ഒരു ശ്രമം നടത്തുക. പ്രൈസ് ഗോഡ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് നമ്മൾ ഗ്രഹിക്കും. ഇന്നും നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇന്ന് അത്ര കണ്ട് ചെയ്യാൻ നമുക്ക് പ്രാപ്തിയില്ല. പലരും ആ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുക പോലും പല സമയത്ത് ഇല്ല. തിരുവത്താഴം ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നതിനുള്ള ഒരു കാർമ്മിക ശുശ്രൂഷയാണ്, കർമാനുഷ്ഠാനമാണ്. പക്ഷെ ആ സമയത്ത് പോലും പലരും അതൊന്നും ഓർക്കാറില്ല. സ്തോത്രം.
അപ്പോഴും ചിലർക്കൊക്കെ മിക്കവാറും നമ്മുടെ ചർച്ചകളില് തിരുവത്താഴം ഉള്ളത് ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴാണ്. ഈ തിരുവത്താഴം കഴിയുന്നതോടുകൂടി ഉപവാസം മുറിക്കുക, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ചിലര് ആ വിശപ്പും ദാഹവും ഒക്കെ തീർക്കത്തക്കതുപോലെ ഇതങ്ങ് കഴിക്കാനും കുടിക്കാനും ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരാള് തമാശയ്ക്ക് പറഞ്ഞതാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറയുന്നത് കേട്ടു. 2 കാര്യങ്ങൾ ഞാൻ കേട്ടു. അതിലൊന്ന്, ഏറ്റവും ഒടുവിൽ ഞാൻ കേട്ടത്, അപ്പം വേറൊരാൾക്ക് കിട്ടാത്തതുപോലെ ഒരു വലിയ കഷ്ണം എടുത്ത ഒരാളങ്ങ് കഴിച്ചെന്ന്. ഒടുവിൽ ആളിനോട് ചോദിച്ചു, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട്, അങ്ങനെ എന്താ ചെയ്തതെന്ന്. അപ്പൊ പറഞ്ഞു, ഇത് കർത്താവിന്റെ ശരീരമാണെന്നും പറഞ്ഞല്ലേ കൊണ്ടുവന്നേ, എന്റെ കർത്താവിനെ എത്ര കഴിച്ചാലും മതി വരത്തില്ല. അപ്പൊ എങ്ങനെങ്കിലും പെട്ടെന്നൊന്ന് തിന്നു തീർത്ത് വിശപ്പടക്കാനും പിന്നെ വീട്ടിൽ പോയി വല്ലതും കഴിക്കാനുമുള്ള തിടുക്കത്തിലാണ് പലരും. നമ്മൾ തന്നെ, ആരും ഒന്നും പറയണ്ട, പ്രതികരിക്കണ്ട, പക്ഷെ അവരവരൊന്ന് ചിന്തിച്ചു കൊള്ളുക. നമ്മുടെയൊക്കെ സഭകളിൽ നമ്മൾ തിരുവത്താഴം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എത്ര പേർ കർത്താവിന്റെ ആ സ്നേഹത്തെ, ക്രൂശിലെ ത്യാഗത്തെ ധ്യാനിക്കാറുണ്ട്? ഒന്നും പറയണ്ട, പ്രതികരിക്കണ്ട. നമ്മൾ ഒരു റുട്ടീൻ ചെയ്തു വരുന്ന ഒരു കാര്യം അങ്ങനെയെങ്കിൽ ചെയ്തു പോന്നു. നമ്മുടെ മനസ്സ് ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് എത്ര പേരുടേത് പോകാറുണ്ട്? ഇവിടുത്തെ കാര്യം അങ്ങനെയൊക്കെയാ. പിന്നെ ചില പ്രത്യേക സമയങ്ങളിലൊക്കെ ഒരു വൈകാരികമായ ഭാവമൊക്കെ കാണും. പിന്നെ വൈകാരികതയിലേക്ക് നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മള് ക്രൂശിനെ ഓർത്ത് എന്നുള്ള നിലയിലിരുന്ന് കരയും. ചിലപ്പോൾ തിരുവത്താഴത്തിന്റെ ചില പാട്ടുകളുടെ വരികളും അതിന്റെ ഈണവും ഒക്കെ നമ്മെ കരയിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ അതല്ലാതെ ദൈവസ്നേഹത്തെക്കുറിച്ച് ഓർക്കാറുള്ള സന്ദർഭങ്ങൾ എത്രയുണ്ട്? നിത്യതയിൽ നാം എത്തിയാൽ ചെയ്യുന്നത് ഒന്ന് ഇതാണ്. എന്താ? ദൈവസ്നേഹം, നമുക്ക് വേണ്ടിയുള്ള ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ, ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കും. രണ്ടാമത്തേതാണ് എ ലവ് ഇൻ റിട്ടേൺ. എ ലവ് ഇൻ റിട്ടേൺ. ഇത്രയും ആഴത്തിൽ അയോഗ്യനായ എന്നെ സ്നേഹിച്ച ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാൻ ഉള്ള ദൈവത്തോടുള്ള സ്നേഹം. ഈ രണ്ടെണ്ണമാണ് ഈ സ്നേഹം എന്നതിൽ നിത്യതയിൽ നമുക്ക് കാണാൻ സാധിക്കുക. So these two aspects of love, one acknowledging God's love for us, and second, our love sprouting from that comprehension. ആ സ്നേഹത്തെ അറിയുന്നതിൽ നിന്നും നമ്മിൽ ദൈവത്തോട് ജനിക്കുന്ന സ്നേഹം, ഇതിന്റെ രണ്ടിന്റെയും പാരമ്യം ഗ്രഹിച്ചു തീർക്കാൻ, സ്നേഹിച്ചു തീർക്കാനും നിത്യതയും പോരാ. സ്തോത്രം. അതുകൊണ്ടാണ് നാം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ കാണുന്നത്, സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നമ്മുടെ കർത്താവിനെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ വിശ്വാസവും പൂർണ്ണമാകും, പ്രത്യാശയും നിറവേറും. എന്നാൽ പിന്നെയും തുടരുന്നത് സ്നേഹം ആയിരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് സ്നേഹം നിത്യമാണെന്ന് പറയുന്നത്.
സ്തോത്രം. ഇപ്പോഴേ നാം അതിന് പ്രാക്ടീസ് ചെയ്യുക. ദൈവസ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുക. ആ സ്നേഹത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഓക്കെ, അതിനോട് ചേർത്ത് രണ്ടാമതൊരു കാര്യവും കൂടെ. അപ്പം നമ്മൾ നിത്യതയിലെത്തിയ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ദൈവത്തെ കുറിച്ചുള്ള ആഴത്തിലെ ഗ്രഹണം, ഗ്രാഹ്യം. രണ്ട്, ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള ധ്യാനവും പഠനവും, അത് ഗ്രഹിപ്പാൻ നമ്മൾ പരിശ്രമിക്കുന്നതും അതിൽ നമ്മൾ നിമജ്ഞരായിത്തീരുന്നതും. സ്തോത്രം. മുമ്പൊരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഓർമ്മ കാണും നിങ്ങൾക്ക്. ദൈവസ്നേഹത്തെ കുറിച്ച് ഞാൻ പറയുമ്പോഴൊക്കെ അത് പറയാറുണ്ട്. ആകാശത്തെ കടലാസായിട്ടും ഭൂമിയിലെ വൃക്ഷലതാദികളെ വെട്ടി തൂലിക, പേനയായിട്ടും സമുദ്രജലത്തെ മഷിയായിട്ടും ഉപയോഗിച്ച് ദീർഘായുസുള്ള ഒരു മനുഷ്യൻ ജനിക്കുന്ന അന്നു മുതൽ ഇരുന്നു കൊണ്ട് ഈ വെള്ളം എന്ന മഷിയിൽ തൂലികകളാകുന്ന ഈ വൃക്ഷലതാദികൾ എന്ന തൂലികയെ മുക്കി ആകാശമെന്ന കടലാസിൽ ദൈവസ്നേഹത്തെ കുറിച്ച് എഴുതിയാലും ആകാശമെന്ന കടലാസ് തീരും, വെള്ളം എന്ന മഷി ഉണങ്ങി വറ്റിപ്പോകും, തൂലികകളും തേഞ്ഞുമാറും, എഴുതുന്നയാളിന്റെ ആയുസ്സും തീരും. എന്നാലും ദൈവസ്നേഹത്തെ കുറിച്ച് മുഴുവനും വർണ്ണിച്ച് തീരില്ല. അത്രയ്ക്കും ആഴമേറിയ ദൈവത്തിന്റെ സ്നേഹം, അത് നമ്മൾ ഗ്രഹിക്കാൻ, സ്തോത്രം, നിത്യത മുഴുവനും പോരാതെ വരും എന്നാണ് കണ്ടത്. സ്തോത്രം. അതിനോട് ചേർത്ത് മൂന്നാമത്തെ കാര്യം, നാം നിത്യതയിൽ ആഘോഷിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമായിരിക്കും. We will be celebrating the very sacrifice of Jesus on the cross. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ത്യാഗം, ക്രൂശിലെ മരണം, കഷ്ടപ്പാടുകൾ, അതെല്ലാമായിരിക്കും നാം നിത്യതയിലെത്തിയാൽ, സ്തോത്രം, ധ്യാനിക്കുന്നതും വർണ്ണിക്കുന്നതും പാടുന്നതും. അതിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചോളൂ. എന്ന് വെച്ചാൽ ദൈവസ്നേഹവും ക്രൂശിലെ ത്യാഗവും. മുൻപും നമ്മള് 5-ാം അധ്യായം, 4-ാം അധ്യായവും 5-ാം അധ്യായവും പഠിച്ചപ്പോൾ മുതൽക്ക് പഠിച്ചൊരു കാര്യമുണ്ട്. നിത്യതയിൽ നമ്മൾ എത്തിയാൽ പാടുന്ന പാട്ടുകൾ, ഈവൻ നമ്മളിപ്പോൾ പാടി ആഘോഷിക്കുന്ന, ആത്മാവിൽ പാടി സന്തോഷിക്കുന്ന പ്രത്യാശാഗാനങ്ങൾ പോലും അവിടെ പാടത്തില്ല. എന്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നേ. സ്തോത്രം. സ്വർഗത്തിൽ നമ്മൾ എത്തിയാൽ, കർത്താവിനോട് കൂടെ നാം എത്തിയാൽ, ഇന്ന് നമ്മൾ പാടുന്ന, ആശ്വസിക്കുന്ന ആശ്വാസഗീതങ്ങളോ പ്രത്യാശാഗാനങ്ങളോ പോലും പാടുകയില്ല. സ്തോത്രം. പിന്നെ അവിടെ പാടുന്ന പ്രധാനപ്പെട്ട 2 പാട്ടുകൾ, ആ പാട്ടുകളുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്, ഒന്ന് ദൈവസ്നേഹം, മറ്റൊന്ന് ക്രൂശിലെ ത്യാഗം. സ്തോത്രം. When we reach eternity, there will be 2 major things that we will be concentrating upon.
we will be singing, we will be celebrating. And one is the very eternal love of God, and the other is the utmost sacrifice of the Son of God on the cross. The atoning sacrifice of the Son of God on the cross of Calvary. Praise God. So all through the eternity, we will try to understand the depth of these things. All through the eternity, we will try to glorify God for these two things. നാം നിത്യത മുഴുവനും സ്തോത്രം, നിത്യത മുഴുവനും നാം ഈ ദൈവസ്നേഹത്തെയും ക്രൂശിലെ ത്യാഗത്തെയും ഒന്ന് ഗ്രഹിച്ചറിയുന്നതിനും, രണ്ട്, അതിന് പകരമായി നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നതിനും ചിലവഴിക്കും. നിത്യത മുഴുവനും ഇതിനു വേണ്ടി പോരായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പാടുന്ന പാട്ടുകൾ, സ്തോത്രം, തീർച്ചയായും നമ്മൾ ജഡത്തിൽ വസിക്കുന്നവരാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പാട്ടുകളൊക്കെ നമ്മളെ വൈകാരികമായി ഒത്തിരി സ്വാധീനിച്ചെന്നും വന്നേക്കാം, സമ്മതിച്ചു. എന്നാലും നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പാടി ശീലിക്കേണ്ടത്, സ്തോത്രം, ഈ രണ്ട് ഗാനങ്ങളായിരിക്കണം. ഒന്ന്, കർത്താവിന്റെ സ്നേഹത്തെ പരാമർശിക്കുന്നത്. രണ്ട്, ക്രൂശിലെ ത്യാഗം. പ്രൈസ് ഗോഡ്. പിന്നെ ഇപ്പോൾ നമുക്ക് പ്രത്യാശ ഗാനങ്ങളും കൂടുതലായിട്ട് പാടാൻ സാധിക്കുന്നതാണ്. പ്രത്യാശ ഗാനങ്ങൾ. അപ്പൊ നമ്മൾ നിത്യതയിൽ ആഘോഷിക്കുന്നത് കർത്താവിന്റെ മരണത്തെ ആയിരിക്കും. സ്തോത്രം. നമ്മളതിനെ സംബന്ധിച്ച് പഠിച്ചതാണ് വെളിപ്പാട് 5-ാമത്തെ അധ്യായത്തിൽ. അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ ആ കാര്യം കണ്ടു. From Revelation 5 verses 6, we have seen how joyful it will be when the lamb, the slain lamb of God will be presented before. They will all bow down to him. Everybody is singing for that particular atoning death of Jesus on the cross. സ്തോത്രം. കൂടെ വരുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴേ നാം അത് പരിചയിക്കുക. ദൈവത്തിന്റെ സ്നേഹത്തെയും കാൽവറിയിലെ ത്യാഗത്തെയും. നിത്യത മുഴുവനും പോരാതെ വരും അവ മനസ്സിലാക്കുവാൻ. സ്തോത്രം. കുഞ്ഞാടേ, നീ യോഗ്യൻ, കൂടെ വരുന്നില്ല. 5-ാം അധ്യായം. കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. എന്തുകൊണ്ടാ? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി. സ്തോത്രം. നമ്മൾ നിത്യതയിലെത്തിയാൽ ഏർപ്പെടുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും ഇത്. This will be the utmost thing we will be engaged in when we reach eternity. As we find
from Revelation 5 verses 6 following, especially 9. കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. We have nothing else to sing over there. Not the miracles Jesus performed in our lives, not the wonders God did in our lives, not the miracles we enjoyed or we were astonished with. Nothing. No promotions, no healings, nothing. നമുക്ക് ലഭിച്ച സൗഖ്യമോ ഉയർച്ചയോ നന്മയോ ഇതൊന്നുമല്ല നാം നിത്യതയിലെത്തിയാൽ പാടുന്നത്. സ്തോത്രം. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്തിന്റെ വിലയായി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. എവിടെ നിന്ന്? ജാതികളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് ഒക്കെ. ഞങ്ങളെ ഞങ്ങളുടെ പിതാവിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. സ്തോത്രം. നിത്യത മുഴുവനും ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഗാനം ഇതായിരിക്കും. അതുകൊണ്ട് ഈ ധനവും ജ്ഞാനവും മാനവും എല്ലാം എല്ലാം സ്വീകരിപ്പാൻ യോഗ്യൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ആ ഒരു പാട്ട് നാമും കൂടെ പരിശീലിക്കുക. എപ്പോഴും നാം അത് പാടുവാനായിട്ട് ഒരുങ്ങുക. തിരുവത്താഴ സമയത്ത് മാത്രമല്ല ക്രൂശിനെ ധ്യാനിക്കുന്ന പാട്ടുകൾ പാടേണ്ടത്. അത് നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുകയാണ്, ആരാധനയുടെ പ്രധാന ഭാഗമാകണം. സെൻട്രൽ ടു അവർ വർഷിപ്പ് ഷുഡ് ബി ദ സ്ലെയിൻ ലാംബ് ഓഫ് ഗാഡ്. The cross should be center of our worship, our devotion. നമ്മുടെ ഭക്തിയുടെ, പ്രാർത്ഥനയുടെ, പാട്ടിന്റെ ഒക്കെ കേന്ദ്രമായിരിക്കണം ക്രൂശ്. സ്തോത്രം. നമ്മുടെ പ്രസംഗങ്ങളുടെ, അതാണ് നാം നിത്യതയിലെത്തി ചെയ്യുവാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം. സ്തോത്രം. അതിനോട് ചേർത്ത് നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഇതിനോട് ചേർത്തായതുകൊണ്ട് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നാം അവിടെ ചെന്നാൽ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ singing unto the Lord. സ്തോത്രം. 14-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. 14 verses 2 and 3. And I heard a sound from heaven, like the roar of rushing waters, and like a loud peal of thunder. The sound I heard was like of the harpists playing their harps. And they sang a new song before the throne and before the 4 living creatures and the elders. No one could learn the song except the 144,000 who had been redeemed from the earth. സ്തോത്രം. 15-ന്റെ 2-3. 15, 2 and 3. And I saw what looked like a sea of glass mixed with fire, standing beside the sea, those who had been victorious over the beast and his image, over the number his image and over the number of his name. They held harps given them by God and sang the song of Moses the servant of God and the song of the Lamb. Great and marvelous are your deeds, O Lord Almighty. Just and true are your ways, King of ages. ഇവിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്
നിത്യതയിൽ എത്തുന്നവർ എന്ത് ചെയ്യുമെന്ന്? പാട്ടുപാടും. They will sing unto the Lord. സ്തോത്രം. Sing unto the Lord. എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ലഭിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടുകൾ പാടുന്നു. വീണ്ടെടുപ്പിന്റെ ഗാനമെന്ന് നമ്മൾ നേരത്തെ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചപ്പോൾ ചിന്തിച്ചതാണല്ലോ. സ്തോത്രം. അപ്പം ഇവിടെയെല്ലാം പാട്ടുപാടുന്നു. എന്തിനു വേണ്ടിയാ? ഫോർ ദ സാൽവേഷൻ വി റിസീവ്ഡ്. 7-ാമത്തെ അധ്യായത്തിലും നാം അത് കാണുന്നുണ്ട്. 9 മുതലുള്ള വാക്യങ്ങളിൽ രക്ഷ ദൈവത്തിന്റെ ദാനം എന്ന് അവർ ഏറ്റുപാടുന്നു. അത് കുഞ്ഞാടിന്റെ യാഗരക്തത്താലാണെന്ന് അവർ ഏറ്റുപാടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ശരീരത്തിലെ പഞ്ചമുറിവുകൾ നിത്യത മുഴുവനും പോലും നിലനിൽക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈവൻ ത്രൂ ദ ഇറ്റേണിറ്റി ജീസസ് വിൽ ബി ഹാവിംഗ് the 5 marks of his atoning death on the cross. That's why Revelation 5 says Jesus as the slain Lamb of God. All through the eternity, Jesus' sacrifice on the cross will be remembered. Remembered. Praise God. And we will be singing unto the Lord for the free gift of salvation, the free gift of redemption. Praise God. നാം നിത്യതയിലെത്തിയാൽ ചെയ്യുന്ന 4-ാമത്തെ കാര്യമാണിത്. എന്താ? പാട്ട് പാടിക്കൊണ്ടിരിക്കും. സ്തോത്രം. എന്തിനു വേണ്ടിയൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. രക്ഷാദാനത്തിന് വേണ്ടി. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന, ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന, ക്രൂശിലെ ത്യാഗത്തെ വർണ്ണിക്കുന്ന, നമുക്ക് സൗജന്യമായി ലഭിച്ച രക്ഷയുടെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുന്ന ഗാനങ്ങൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ? ഒന്നുമില്ല. എങ്കിൽ പ്രിയരെ, ഇവിടെ വെച്ച് തന്നെ നമുക്ക് ആ നിത്യതയെ ഓർത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവരായിട്ടുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും ആ യേശുവിന്റെ കർത്തൃത്വത്തിന് സ്വയം വിധേയപ്പെടുകയും ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യതയ്ക്കായി ഈ വചനവും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.